നമസ്കാരം. ഇന്ത്യയിലെ അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇ-ശ്രം. നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി യാതൊരുവിധ പെൻഷൻ ആനുകൂല്യങ്ങളോ സ്ഥിര വരുമാന സുരക്ഷയോ ഇല്ലാത്ത വലിയൊരു വിഭാഗത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഈ ഒരു ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന 12 അക്ക നമ്പർ, UAN നമ്പർ, അത് ഭാവിയിൽ സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികൾക്കുമുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായിട്ട് മാറും. നിലവിൽ നിരവധി പേർ ഈ കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് പലരിലും അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഇ-ശ്രം കാർഡ് കൈവശമുള്ളവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അത് രാജ്യത്തെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനമാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന, PMSYM പോലെയുള്ള പെൻഷൻ പദ്ധതികളിൽ ഇ-ശ്രം കാർഡ് ഉടമകൾക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട്. സർക്കാർ പുറത്തിറക്കുന്ന പുതിയ ഡാറ്റാബേസ് പ്രകാരം അസംഘടിത മേഖലയിലെ ഓരോ തൊഴിലാളികളുടെയും കൃത്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കൽ ലഭ്യമാകുന്നതോടെ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നു. അർഹരായ തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകാനും ഈ കാർഡ് സഹായിക്കുന്നു. പലപ്പോഴും ഇ-ശ്രം കാർഡ് കൈവശമുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് തങ്ങൾക്ക് എങ്ങനെ ഇതിലൂടെ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും എന്നത്. വാസ്തവത്തിൽ ഇ-ശ്രം കാർഡ് മാത്രമുള്ളത് കൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല. മറിച്ച് ഈ കാർഡിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന പ്രത്യേക പെൻഷൻ പദ്ധതിയിൽ കൂടി നിങ്ങൾ അംഗമാകേണ്ടതുണ്ട്. ഇ-ശ്രം കാർഡിലെ 12 അക്ക UAN നമ്പർ ഉപയോഗിച്ച് വളരെ വേഗത്തിലും ലളിതമായിട്ടും ഈ പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. 60 വയസ്സിന് ശേഷം ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണ തൊഴിലാളിക്കും അനുയോജ്യമായിട്ടുള്ള സർക്കാർ പിന്തുണയുള്ള മികച്ച നിക്ഷേപ മാർഗമാണ്. PMSYM പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു അസംഘടിത തൊഴിലാളിക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രതിമാസ വരുമാനം 15000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഈ പദ്ധതിയിലേക്കുള്ള വിഹിതം കൃത്യമായിട്ട് അടച്ചു തീർക്കുന്നതിനാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് നിലവിൽ ഈ പ്രത്യേക പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കില്ല എന്ന കാര്യം അപേക്ഷകർ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാർദ്ധക്യകാലത്ത് സാമ്പത്തിക പരാധീനതകൾ ഇല്ലാതെ ജീവിക്കാൻ ഓരോ തൊഴിലാളിയും തങ്ങളുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിലൂടെ മാറ്റിവെക്കുന്നു. ഈ പെൻഷൻ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ വശം അത് ഇതിലെ സർക്കാർ വിഹിതമാണ്. ഗുണഭോക്താവ് ഓരോ മാസവും എത്ര തുകയാണ് നിക്ഷേപിക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 18 വയസ്സുള്ള ഒരു യുവാവ് ഈ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ പ്രതിമാസം വെറും 55 രൂപയാണ് വിഹിതമായിട്ട് അടക്കേണ്ടി വരുന്നത്. ഇതിനൊപ്പം തന്നെ സർക്കാർ നൽകുന്ന 55 രൂപ കൂടി ചേർത്ത് മാസം 110 രൂപ തൊഴിലാളിയുടെ പെൻഷൻ ഫണ്ടിലേക്ക് എത്തുകയാണ്. 60 വയസ്സ് വരെ ഇത്തരത്തിൽ വിഹിതം അടയ്ക്കുന്ന ഒരാൾക്ക് ആജീവനാന്തം പ്രതിമാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ചെറിയ തുകകളുടെ സമ്പാദ്യത്തിലൂടെ വലിയൊരു തണൽ ഒരുക്കുകയാണ് ഇവിടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ചാണ് പ്രതിമാസ വിഹിതം നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞവർക്ക് കുറഞ്ഞ തുക അടച്ചാൽ മതിയാകും. 18 വയസ്സിൽ 55 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 30 വയസ്സിൽ ചേരുന്നവർ അതിനേക്കാൾ അല്പം കൂടിയ തുകയും, 40 വയസ്സിൽ ചേരുന്നവർ ഏകദേശം 200 രൂപയും പ്രതിമാസം അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ഈ പദ്ധതിയിൽ ചേരുന്നുവോ അത്രയും ലാഭകരമായിട്ട് നമുക്ക് പെൻഷൻ ഉറപ്പാക്കാം. ചായയ്ക്കോ പലഹാരങ്ങൾക്കോ വേണ്ടി നാം ചിലവാക്കുന്ന തുച്ഛമായിട്ടുള്ള തുക മാസം തോറും മാറ്റിവെച്ചാൽ 60 വയസ്സിന് ശേഷം അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ തുക ലഭിക്കുമെന്നത് ഈ പദ്ധതിയെ സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ഇ-ശ്രം പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള CSC സെൻ്ററുകൾ വഴിയോ പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ സമയത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്താൽ ബാങ്കിൽ പോകാതെ തന്നെ മാസം തോറും ഈ വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കുറയ്ക്കുന്നതാണ്. ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. കാരണം ജോലി മാറിയാലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയാലോ ഈ പെൻഷൻ പദ്ധതിക്ക് തടസ്സമുണ്ടാകില്ല എന്നതും ശ്രദ്ധേയമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും വിഹിതം അടച്ചുകൊണ്ടിരുന്നാൽ 60 വയസ്സാകുമ്പോൾ പെൻഷൻ ആനുകൂല്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ചുരുക്കത്തിൽ ഇ-ശ്രം കാർഡ് എന്നത് വെറും ഒരു തിരിച്ചറിയൽ രേഖയല്ല, മറിച്ച് സാധാരണ തൊഴിലാളികളുടെ അവകാശങ്ങളിലേക്കുള്ള ഒരു താക്കോലാണ്. പെൻഷൻ ആനുകൂല്യം മാത്രമല്ല, ഭാവിയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയും ഈ കാർഡ് വഴി നിങ്ങൾക്ക് ലഭ്യമാകും. സോ നിങ്ങളൊരു അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ഇനി അസംഘടിത മേഖലയിലെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ, ബന്ധുക്കളുണ്ടോ, ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് കൈമാറുക. അവർക്കും ഈ സുരക്ഷാ വലയത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കട്ടെ. 60 വയസ്സിന് ശേഷം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഈ സർക്കാർ പദ്ധതികൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണത്. നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.